ഹായ്, ഞാൻ അന്ന. എൻ്റെ കാലത്തും കൂടി മഞ്ഞക്കൂരും കൂട്ടി ചോന്നി എന്നോടും ബാല. ഓഡിഷനിൽ ആദ്യം ഞാനൊരു വീഡിയോ അയച്ചത്, പെർഫോമൻസ് ഒരു ചെറിയൊരു സീൻ ചെയ്യാൻ പറഞ്ഞിട്ട്. അത് തന്നെയാണ് അവിടെ ആദ്യം ചെയ്യിച്ചത്. ഒരു ചേച്ചിനോട് ഒരാളെ ഇഷ്ടമാണെന്ന് പറയുന്നൊരു സീൻ അത് ചെയ്തു. പിന്നീട് അവർ വിളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് പിന്നെയും വിളിച്ചു. പിന്നെ വേറെ സിറ്റുവേഷൻസ് വന്നു. അങ്ങനെ അതായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ സിറ്റുവേഷൻസാണ് തന്നത് ഓഡിഷന്. അതിങ്ങനെ ഭയങ്കര റാൻഡമായിട്ട് കിട്ടുമെന്ന് തന്നെ വിചാരിച്ച് അയച്ചതല്ല. ഞാൻ ചുമ്മാ കുറച്ച് ഫോട്ടോസ് അയച്ചിട്ട് അപ്പോഴാണ് അവർ വീഡിയോ വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ അയച്ചത്. അപ്പം അതും ഇവിടെ വീട്ടിലൊന്നും ആരോടും പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ അയച്ചു കൊടുത്തു. പിന്നെ അമ്മേനോട് ഇങ്ങനെ കാര്യം അവതരിപ്പിച്ച് കഴിഞ്ഞ് പിന്നീടാണ് അതിങ്ങനെ സ്ലോലി സീരിയസ് ആയിട്ട് വന്നൊരു സാധനമാണ്. ദിലീഷേട്ടൻ വന്നിട്ട് പിന്നെ ഇമോഷൻസ് എങ്ങനെ ചെയ്യണം, പിന്നെ ഇതുപോലെ ഒരു സിറ്റുവേഷൻ തന്നു, ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഒരു സിറ്റുവേഷൻ തന്നിട്ട് അങ്ങനത്തെ കുറച്ച് ഒരു ചെറിയൊരു ബാക്ക് സ്റ്റോറി തന്നിട്ടാണ് ഓഡിഷൻ ചെയ്തത്. പിന്നെ അതായിരുന്നു ലാസ്റ്റത്തെ. ദിലീഷേട്ടൻ അങ്ങനെ ഒരു 1 hour അങ്ങനത്തെ ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ വർക്ക്ഷോപ്പ് പോലെ അന്ന് ഉണ്ടായിരുന്നു. അത് ഒരു സെലക്ഷൻ പ്രോസസ്സ് ഫൈനലായപ്പം തന്നൊരു സാധനമാണ്. ഷമനോട് പറയുകയും ചെയ്തു ഞാൻ, ഇതിൽ നിന്ന് എന്തായിരിക്കും മനസ്സിലാവണേന്ന്. കാരണം നമുക്ക് ആ ടൈമിൽ പെട്ടെന്ന് അത് മനസ്സിലാവില്ല. ആ മൊത്തം സീൻ നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ ഞാനും ഇങ്ങനെ ചോദിച്ചു, ഇതിൽ നിന്ന് എന്താ അവർക്ക് മനസ്സിലാവണം, അപ്പോൾ അത് നിനക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ഫാദിക്കയുടെ പെർഫോമൻസ് കാണാമെന്ന്. അപ്പോൾ എനിക്ക് കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു ഇത്. പിന്നെ നമ്മൾ സിനിമ കാണുന്ന ആ ഒരു ഇതിൽ അപ്പം സെറ്റിൽ എങ്ങനെയായിരിക്കും, ഷോട്ട് എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തപ്പം ഭയങ്കര ഏറ്റവും എനിക്ക് തോന്നുന്നു അതിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയാണ് അത്രയും ഒരു സ്റ്റാറായിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിലേക്ക് വരുന്നത് എന്നൊക്കെ ഉള്ളത്. നല്ല നല്ല രസമാണ്. ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് ഫാദിക്ക അതിലേക്ക് വരുന്നത്. ഇപ്പം ഷോട്ടിന് മുമ്പാണെങ്കിൽ തന്നെ ഇവരുടെ കൂടെ ഇരുന്ന് കുറേ നേരം പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അവരുടെ ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് സീനിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ അത്രയും ഹോംവർക്കൊക്കെ ചെയ്തിട്ടാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ അത് കാണാനും ഉണ്ട് അതിൻ്റെ റിസൾട്ട്. ഫഹദിക്കനെ പോലെ ഒരാളുടെ കൂടെയാണ് കോമ്പിനേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ അങ്ങനെ നേരത്തെ അങ്ങനെ പറഞ്ഞ് നമ്മൾ ടെൻഷൻ അടുപ്പിക്കില്ല. അവർ ജസ്റ്റ് ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ, ഇതാണ്, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഷമ്മി ഇങ്ങനെ വരും, ഇത്രേ ഉള്ളൂ, ഇത്രയും ബ്രീഫേ ഉള്ളൂ. അപ്പം നമ്മൾ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പം പെട്ടെന്ന് അങ്ങനെ ഫാദിക്കയുടെ ആ ഒരു എക്സ്പ്രഷനും വരവൊക്കെ കണ്ടപ്പോൾ ആദ്യം ഞങ്ങളും കുറച്ച് ഞെട്ടിയായിരുന്നത് എന്താണ്. പക്ഷെ അവർക്ക് വേണ്ടതും അത് തന്നെയായിരുന്നു. എനിക്ക് ഇതിലും പരം വലിയ ഒരു എൻട്രി കിട്ടാൻ ഇനിയില്ല. കാരണം അത്രയും ഞാൻ ഒട്ടും പ്ലാൻ ചെയ്തിട്ടും അല്ല, ഒട്ടും പ്രതീക്ഷിച്ചിട്ടും അല്ല അത് കിട്ടിയത് തന്നെ. അപ്പോൾ അത് തന്നെ വലിയൊരു ഭാഗ്യം. അവർക്ക് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഒരു ഗ്രൂമിങ് തന്നിട്ടാണ് നമ്മൾ അതിലേക്ക് വിടുന്നത്. അപ്പം ഓഡിഷൻ തുടങ്ങിയാണെങ്കിലും ഗ്രൂമിങ് ഉണ്ട്. അതിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഷൂട്ടിങ്ങിൻ്റെ എല്ലാ പോസ്റ്റിലും നമ്മളെ കൂടെ നിന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടാണ് വരുന്നത്. അപ്പം എൻ്റെ ഫ്രഷ് സ്റ്റാർട്ടാണിത്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റായിരുന്നു. ഷെയ്നും ഞാനൊക്കെ ഒരേ ഏജ് ആൾക്കാരാണ്. അപ്പം ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ കമ്പനിയായി. പിന്നെ എന്താ പറയുക, ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ശരിക്കും നമുക്ക് അറിയുന്ന ഒരാളുടെ അടുത്ത് സംസാരിക്കുന്നതല്ല. പിന്നെ അപ്പോൾ സെറ്റും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ആർട്ട് റിലേറ്റഡ് എന്തെങ്കിലും ചെയ്യണം തന്നെയായിരുന്നു. പണ്ടേ അങ്ങനെയായിരുന്നു, ഇൻട്രസ്റ്റ് അതായിരുന്നു. പെയിൻറ്റിങ്ങും ഫൈൻ ആർട്സൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പോൾ പിന്നെ ഫൈൻ ആർട്സ് അത് എങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഫാഷൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ അതെടുത്ത് പിന്നെ അത് വർക്ക് ചെയ്തു. ഒരു 1 year അതിൻ്റെ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ എന്തെങ്കിലും പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, പഠിക്കാനായിട്ട് തന്നെ തീരുമാനിച്ച് ഇരിക്കുകയാണ്. അപ്പം സിനിമ ഒരുപാട് ഇഷ്ടമാണ്. സിനിമ ചെയ്തതും എനിക്ക് ഒരുപാട് എൻജോയ് ചെയ്ത് ചെയ്ത കാര്യം. അപ്പം നല്ല പ്രോജക്ട്സ് വരുമ്പോൾ അതും ചെയ്യണമെന്നുണ്ട്. അപ്പം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. എൻ്റെ ഡിസിഷനാണ്. പപ്പയും കേൾക്കുകയാണെങ്കിൽ പപ്പയും ഓപ്പൺ ടു സജഷൻസാണ്. ഞാനും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ തമ്മിലൊരു ചെറിയ സംസാരം. കാരണം പപ്പ റൈറ്ററിനേക്കാളുപരി എൻ്റെ പപ്പയായിട്ടാണ് നിന്ന് എല്ലാം സംസാരിക്കുന്നത്. അപ്പം എന്തായാലും പേരൻസിൻ്റെ ഒപ്പീനിയൻ എടുത്തിട്ട് ഞാൻ ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ